ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടുത്തിരുന്ന മുണ്ടും പോയി, നിക്കറൊക്കെ കീറിപ്പോയി. നമ്മൾ മണ്ണിക്കിടി ഇങ്ങനെ ഇറങ്ങുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം ഞാൻ നേക്കഡാണ്. അദ്ദേഹത്തെ കാണാതായ ഞങ്ങളൊരു പരസ്യം കൊടുത്തത്. ആ കാണാതായ വ്യക്തിയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ചളിയിലാണ് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇതിപ്പോ പറഞ്ഞ പുഴു പോലെയുള്ളതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒറിജിനൽ പുഴുവിനെ കൊണ്ടുവന്നിടുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാളും ഡിസ്റ്റർബ് ആയിട്ടാണ് ഞാൻ ആ സീനുകൾ അഭിനയിക്കുന്നത്. വളരെ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഷൂട്ട്. വളരെ അനുഭവിച്ചു എന്ന് പറയുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൊമളച്ച് വന്നിട്ട് പിന്നെ നിറയെ ഈച്ചയായി, കാലിൽ സ്മെല്ല് വന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എൻ്റെ കാലിൽ പുഴുവാകുന്നത്. ഒറിജിനലാണ്, റിയലാണ്. പിന്നെ അവിടുന്ന് എനിക്ക് എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു, ആരെങ്കിലും വിളിക്കാൻ അറിയാം. അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ കിട്ടണല്ലോ, എനിക്ക് ഫോൺ നമ്പർ ഒന്നും ഓർമ്മ കിട്ടണം. ഒരു ദിവസം അങ്ങനെ അവിടെ കിടന്നു, ഓർമ്മയില്ല. കാടകം എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണെന്ന് നമുക്കപ്പോൾ ഉള്ളത്. നമസ്കാരം. സംവിധായകൻ ജെയിൻ ക്രിസ്റ്റഫർ ചേട്ടൻ, അഭിനയിച്ചിരിക്കുന്ന രതീഷ് കൃഷ്ണ ആൻഡ് തിരക്കഥാകൃത്ത് സുധീഷ് കോശി. പക്ഷേ ഇതിന് നടുക്കൊരാളിരിപ്പുണ്ട്. ആ ആളെ നമ്മൾ ഈ കാടകം എന്ന സിനിമ പറയുന്നത് കാടിനകത്ത് നടന്ന ഒരു റിയൽ സ്റ്റോറിയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ആ റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ആ ആളെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെയല്ലേ? ആ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ ഇത് ഏകദേശം ഫെബ്രുവരി മാസം മാർച്ച് ആയപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മഞ്ഞുമൽ ബോയ്സ് ഒരു റിയൽ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് അത് ഭയങ്കര ഹിറ്റ് അടിച്ചപ്പം അതിലെ ആളുകളെ അണിയറ പ്രവർത്തകർ പിന്നീടാണ് പുറത്ത് കാണിച്ചത്. അവർക്കത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഈ റിയൽ സ്റ്റോറിയിൽ എന്തോ ഒരു ഹൈഡിങ് ഉണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വലിയ രഹസ്യം? അത് പിന്നെ ഈ ചിത്രം ഒരു 2 സബ്ജക്റ്റാണ്, 2 സ്ഥലത്ത് നടന്ന 2 കഥയാണ്. ഒന്ന് നമ്മുടെ ഇപ്പം മറയൂർ ചന്ദനക്കാടിൽ നടക്കുന്ന പ്രാദേശിക കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സബ്ജക്റ്റ്. 2 നമ്മുടെ അടിമാലി മുനിയറെ സംഭവിച്ച ഒരു വ്യക്തി മിസ്സിംഗ് ആയി 5 ദിവസത്തോളം കാട്ടിലാകപ്പെട്ടു പോയ ഒരു കഥയും കൂടെ യോജിപ്പിച്ചാണ് ഇത് ഞങ്ങൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഒരു പഴയകാല പേപ്പർ കട്ടിങ്ങോട് കൂടിയിട്ട് ഒരു സാധനം കണ്ടിരുന്നു. അത് ഒറിജിനൽ ആണോ അതോ സിനിമയ്ക്ക്? അല്ലല്ല, അത് ഞങ്ങൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹത്തെ കാണാതായ ഞങ്ങളൊരു പരസ്യം കൊടുത്തതാണ്. സിനിമയുടെ പ്രൊമോഷനാണ്. ആ കാണാതായ വ്യക്തിയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പോലും പറയാൻ പറ്റില്ല. ആ വ്യക്തിയുടെ കഥയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മറയൂരിലെ പ്രാദേശിക ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പൊ ചെയ്യുന്നത്, അല്ലെ? അത് അഭിനയിച്ചിരിക്കുന്ന ആളാണ് രതീഷ്, അല്ലെ? ചേട്ടൻ്റെ അതിൽ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ട്രെയിലറിൽ എനിക്ക് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കാലിൽ ഇങ്ങനെ പുഴു വരച്ചിരിക്കുന്ന ഒരു സീനുണ്ടല്ലോ. ഞാനത് കണ്ട എനിക്ക് എന്തോ പോലെ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ദേഹത്തൂടെ ഇങ്ങനെ കുളിര് കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ത്രൂ ഔട്ട് ജേർണി? വളരെ ക്രൂരമായിരുന്നു. ഇവരായിരുന്നു ക്രൂരമായി പീഡിപ്പിച്ചവര്? അതെ, അവരും ക്രൂരന്മാരായിരുന്നു എന്ന് പറയാം. ഞാൻ വിചാരിച്ചതൊരു സിനിമ എന്നുള്ള ഒരു സുഖസൗകര്യങ്ങളുടെ ഒരു സാധ്യത ഉണ്ടാവുമല്ലോ, ആക്ടറിന് കിട്ടുന്ന ഒരു സാധ്യതകൾ ഉണ്ടാവും. അതിൽ കുറച്ചിങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം കിലോമീറ്ററുകൾ നടന്ന് 20 കിലോമീറ്ററുകൾ നടക്കുന്നു. പിന്നെ ഇത്തരം സാധ്യതകളെ ഇവര് ഒറിജിനലായിട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഇവര് മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു ഇര കൂടി ആവുകയാണ് നമ്മള്. ഒറിജിനൽ ആവുമ്പോൾ നമ്മളാണ് അതിന്റെ സർവൈവറായി മാറുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ചളിയില് ആഴത്തിലേക്ക് മുങ്ങിപ്പോകുന്ന സീനുകളുണ്ട്. ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ട് അവര് എന്താ പറയാ, ശരീരത്തിൽ ചൊറിയാതിരിക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടല്ല അത് പറയുക. റെസ്ക്യൂ ടീംസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും ചളിയിലാണ് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇതിപ്പോ പറഞ്ഞ പുഴു പോലെയുള്ളതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒറിജിനൽ പുഴു മേക്ക് ചെയ്തെടുത്ത പുഴുവിനെ കൊണ്ടുവന്നിടുക. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാളും ഡിസ്റ്റർബ് ആയിട്ടാണ് ആ സീനുകൾ അഭിനയിക്കുന്നത്. പിന്നെ ആക്ഷൻ പറയുന്നത് തൊട്ട് കട്ട് പറയുന്നത് വരെ മാത്രമേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി സമയത്ത് ഇതിന്റെ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്തുകൊണ്ട് മാറി നിൽക്കുകയും അങ്ങനത്തെ ഒരു വളരെ മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഷൂട്ട്. വളരെ അനുഭവിച്ചു എന്ന് പറയാം. ചേട്ടൻ തിരക്കഥ എഴുതിയിരിക്കുന്നു. അപ്പം ജെയിൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ 2 കഥയാണ്. തിരക്കഥ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ബേസ്ഡ് ഓൺ ദ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ 2 കഥയും പറയുന്നുണ്ട്. ഈ കഥയിലേക്ക്
തിരക്കഥാകൃത്ത നിലയിൽ ഈ പറയുന്ന ആളെ കണ്ടെത്തിയതാണോ അതോ എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? ശരിക്കും ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പം ഡയറക്ടർ പറഞ്ഞ പോലെ 2 സ്റ്റോറിയാണല്ലോ, അതുകൊണ്ട് കണക്ട് ചെയ്തതാണ്. ശരിക്കും ഇത് 2ഉം റിയൽ സ്റ്റോറിയാണ്. ഇത് വേറെ സ്റ്റോറിയാണ്. മറ്റേ പ്രാദേശികമായിട്ട് ചന്ദന കള്ളക്കടത്ത് എന്ന് പറയുന്നത് അതും വേറെ സ്റ്റോറിയാണ്. സ്റ്റോറിയല്ല, അത് നടക്കുന്നൊരു കാര്യമാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. മറയൂർ മേഖലകളിൽ ചന്ദന കള്ളക്കടത്തൊക്കെ പ്രാദേശികമായിട്ട് ധാരാളം നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നടക്കുന്നൊരു കഥയും ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവൻ്റെ അനുഭവം എനിക്ക് നേരത്തെ അറിയാം. ഇത് 2002 സംഭവിച്ചൊരു കാര്യമാണ്. 2002 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ ഒരു നാട്ടുകാരാണ് ഞങ്ങൾ. കുറച്ച് ദിവസത്തേക്ക് പുള്ളി കാണാനില്ലായിരുന്നു, ഒരാഴ്ചക്കാലം പുള്ളി കാണാനില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവനെ അറിയുന്നത് ഇങ്ങനെ കാട്ടിൽ പെട്ടുപോയി. എന്തിനാ കാട്ടിൽപ്പെട്ടു പോയെന്നുള്ള പുള്ളിയുടെ തന്നെ ചോദിക്കാം നമുക്ക്. അപ്പോൾ ആ കഥയും ഇവൻ കാട്ടിൽപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ഭയങ്കര സിനിമയ്ക്ക് സാധ്യതയുള്ളൊരു കഥയാണ്. കാരണം അങ്ങനെ കാട്ടിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാട് തന്നെ ചുറ്റിച്ച് കളയും, നമ്മൾ വെളിയിലോട്ട് വിടത്തില്ല. അപ്പോൾ കാട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ അനുഭവം പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞപ്പം ഭയങ്കര സിനിമയുടെ സാധ്യത വന്നു. അത് ഞാനും ഡയറക്ടറും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു സർവൈവൽ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് മാത്രം കൊണ്ട് നമുക്ക് സിനിമയുടെ ഒരു പൂർണ്ണത കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കാടാണല്ലോ, നമ്മുടെ ആ ഭാഗമാണല്ലോ, അപ്പോൾ അവിടെ മറയൂർ അടുത്താണ്. അപ്പോൾ അങ്ങനെ പ്രാദേശികമായിട്ട് നടക്കുന്ന ചന്ദന കള്ളക്കടത്ത് നമുക്കറിയാം, അതുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, അതാണ് ഈ കഥ. അങ്ങനെയാണ് ഇത് 2 കഥ കണക്ട് ചെയ്ത് ഒരു കാടകം ആയത്. അപ്പോൾ ചേട്ടാ, പേരും പറയാൻ പറ്റത്തില്ല, ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയിൽ ഒരു റിയൽ സ്റ്റോറിയിൽ ആളെ കാണിക്കാൻ പോലും പറ്റാത്തത്. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹം ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി വീണ്ടും ഡൗൺ ആവുകയും വീണ്ടും ഇപ്പോഴും ഇരുട്ടിനെയും വല്ല ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒരു പേടിയുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമല്ല, പുള്ളിക്ക് മുന്നോട്ട് ജീവിക്കണം. നമ്മൾ എത്രയൊക്കെ ലൈഫിൽ ഇത് നമ്മൾ വലിയ സാഹസം ചെയ്തെന്നോ രക്ഷപ്പെട്ടു വന്നെന്ന് പറഞ്ഞാലും മുന്നോട്ടുള്ളൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എപ്പോഴും ഇവർ സേഫ് ആയിരിക്കണം എന്നുള്ളത് ഈ അണിയറ പ്രവർത്തകരുടെ വലിയൊരു ആഗ്രഹം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആളെ കാണിക്കാൻ പറ്റാത്തത്. ചേട്ടൻ ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത് 2002 അല്ലേ, 2002 നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നുണ്ട്. ചേട്ടന് ഡിസ്റ്റർബ് ആണെങ്കിൽ പറയുകയേ വേണ്ട, അന്നത്തെ ദിവസം എന്ന് പറയാൻ പറ്റുമോ? ആ കൊടുക്കാനായിട്ട്, അതായത് അന്ന് എനിക്ക് 10 ചെറിയ പ്രായമുള്ളൂ. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 20-22 വയസ്സാണ്. ചേട്ടന്റെ വീട് അപ്പൊ എവിടായിരുന്നു? മുനിയറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മുനിയറ. ഞാൻ ഈ അടുത്തിടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. മുനിയറ. അപ്പൊ അവിടെ നമുക്ക് അന്ന് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു രുദ്രാക്ഷക്കായുണ്ട്. നിങ്ങൾ ആ നാട്ടുകാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാട്ടിൽ കയറാനുള്ള അനുവാദം. ഞാൻ അതാണ് ഇങ്ങനെ കുറെ നേരമായിട്ട് ചിന്തിച്ചത്. അപ്പോൾ അത് പെറുക്കാനായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഇങ്ങനെ പെറുക്കാനായിട്ട് നമ്മൾ കാട്ടിൽ പോയി. അപ്പോൾ കാലിനൊരു അപകടം ഉണ്ടായി. കാലിന് എന്ത് പറ്റിയാന്നേരം? കാല് എനിക്ക് ഒന്ന് വീണതാണ്. സിനിമയിൽ ഞാൻ പറഞ്ഞില്ല, പ്രാദേശിക ചന്ദന കള്ളക്കടത്തുകാരുടെ കൂടെ പെട്ടുപോകുന്നതാണ്. ഓ, അങ്ങനെയായിട്ടാണ്. അങ്ങനെ കണക്ട് ചെയ്ത് അവര്. ഓക്കെ. എന്നിട്ട് ചേട്ടന് കാലിന് അപകടം പറ്റിയിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഓ, അങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നിരങ്ങിയാണ് പിന്നെ പുറത്ത് വന്നത്. എത്ര ദിവസം കാട്ടിനകപ്പെട്ടായിരുന്നു? ഏകദേശം ഒരു 5-6 ദിവസത്തോളം. 6 ദിവസം. അപ്പൊ എങ്ങനെ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ലാസ്റ്റ് പിന്നെ എനിക്ക് അല്ല, കാട്ടിലകപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ വെള്ളം കിട്ടുമെന്ന് പറയും. സിമ്പിൾ ആണ്, വെള്ളം കിട്ടാൻ എളുപ്പമാണെന്ന് പറയും. ചേട്ടൻ എങ്ങനെയായിരുന്നു? എനിക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. പിന്നെ മഴ ഉണ്ടായിരുന്നു, മഴയത്ത് ഉള്ള വെള്ളം വരുന്നത് കുടിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ എനിക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് പുറത്തേക്ക് രക്ഷപ്പെടണം എന്നല്ല, എനിക്ക് എവിടെയെങ്കിലും വെള്ളം കിട്ടിയാൽ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ സൈഡിലേക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമായിരുന്നു. ഓ, അത്രയും കാലിന് എനിക്ക് കാല് തീരെ. ഏത് ഈ കാലിന്? വലത്തേക്ക്. അവിടെ എവിടെയായിട്ടും? ഓ, ഇപ്പോഴും 10-20 വർഷമായിട്ടും ഇപ്പോഴും അതിങ്ങനെ തന്നെ നിൽക്കുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ അത് ഉണങ്ങും. പിന്നെ അത് ആക്സിഡന്റ് പറ്റുന്ന എന്താണെന്ന് വല്ല ഓർമ്മയുണ്ടായിരുന്നോ? എനിക്ക് അത് കുറെ ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡൊക്കെ പോയി. ഇപ്പൊ അപ്പോഴത്തെ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ ഓർമ്മയുണ്ട്, എന്നാലും എന്താ സംഭവിച്ചേക്കുന്നത് എങ്ങനെ ഞാൻ അതൊന്നും എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഒരു മനസ്സിലാവും. 6-7 ദിവസം കാട്ടിലകപ്പെട്ടു പോയി, ആരോടും സംസാരിക്കാനോ രക്ഷപ്പെടുവോ? അപ്പം ആദ്യ സമയങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഈ കാട്ടിനകത്തേക്ക് കയറിയപ്പം ഉൾക്കാട്ടിലേക്ക് പോയപ്പം വഴി അറിയാതെ പെട്ടുപോയതാണോ? അതായത് ഈ കാലിന് മുറിഞ്ഞു, എന്നാലും നമുക്കൊരു ദിക്കിന്റെ ഒരു അല്ല, നമുക്ക് കാട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുഴുവൻ മരങ്ങളാണല്ലോ, നമുക്ക് പുറത്തേക്ക് ആകാശം പോലും കാണത്തില്ല, അത്ര തിങ്ങിയ മരങ്ങളാണ്. അപ്പോൾ നമുക്ക് ദിക്കൊന്നും അറിയാൻ പറ്റില്ല, ഇതെവിടെ നമ്മളിപ്പോൾ എങ്ങനെ ദിക്കുന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ വീണെന്ന് അറിഞ്ഞത് അവരെ രക്ഷ നോക്കി അവർ രക്ഷപ്പെട്ടു. എന്നെ തന്നെ ആക്കിയിട്ട്
പോയല്ലേ? ഒറ്റക്കാക്കിയിട്ട് അവർ പോയത്. പിന്നെ പിന്നെ ആ ഒരു ഇതുണ്ട് എനിക്ക്, അവരുടെ മുമ്പിൽ തന്നെ വീട്ടിലെത്തണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ മൈൻഡ്. അവരെ കഴിഞ്ഞ് മുന്നേ അവരുടെ കാലുകളിൽ കുഴപ്പമില്ല, അവരെ കഴിഞ്ഞ് മുന്നേ എനിക്ക് അവിടെ എത്തണം. എന്നിട്ട് അപ്പോൾ അത് എനിക്ക് പിന്നെ കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് നടക്കൂല എനിക്ക്. പിന്നെ എനിക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു ഇതായി. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആ സൈഡിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ വഴി മാറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ പോണ ഈ വഴിയുണ്ട്, ഞങ്ങൾ ചവിട്ടി പോണ വഴിയുണ്ട്, ആ വഴി നോക്കി നീ അങ്ങ് വന്നാൽ മതി, പുറത്ത് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ മഴ പെയ്തു ഭയങ്കര. മഴ പെയ്തപ്പോൾ ഇവർ ഈ ചവിട്ടി പോയേക്കണ പാടുകളൊന്നും പിന്നെ ഇല്ല. പിന്നെ കുറേയൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വെള്ളത്തിന് 2 ദിവസമൊക്കെ അങ്ങനെ പോയി. പിന്നെ മഴയത്ത് നമുക്ക് അങ്ങനെ പോകാനും പറ്റില്ല. മഴയത്ത് ഞാൻ ഓരോ മരത്തിൻ്റെ ഉള്ളിലും പിന്നെ ഈ പാറയുടെ ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും. മഴ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, നിരങ്ങി മാത്രമാണ് ഞാൻ പോകുന്നത്. കാലുമുറിന് ബ്ലഡ് എന്ന് പോയിരുന്നോ? ബ്ലഡ് പോയില്ല അങ്ങനെ. പക്ഷേ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരൊരു അവിടെ നിന്ന് കാട്ടിൽ നിന്ന് ഒരു മരുന്നെടുത്ത് എൻ്റെ കൈ ഇത് വെച്ച് അവിടെ കുറച്ച് ഈ ചൂടാക്കിയിട്ട് വെച്ചിട്ട് എനിക്ക് അവിടെ നല്ല തണുപ്പാണ് മൂന്നാറിൽ. ശരിക്കും ചൂടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചൂട് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല, ഈ കാലിങ്ങനെ മരവിച്ചിരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇത് ഇപ്പോൾ പുള്ളിയായിരുന്നു ശരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കുമളച്ച് വന്നിട്ട് പിന്നെ നിറയെ ഈച്ചയായി കാലിൽ. ഈ സ്മെല്ല് വന്നു കഴിഞ്ഞപ്പോൾ നിറയെ ഈച്ചയായി. ഈച്ച ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കാലിലും എൻ്റെ മേത്തൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എൻ്റെ കാലിൽ പുഴുവാകുന്നത്. റിയലാണ്. പുഴു അരിച്ചിരിക്കുന്നു. പുള്ളി നിരങ്ങുമ്പം ഒരു കയ്യിൽ ഇങ്ങനെ ഈ മരത്തിന്റെ ചില്ല വെച്ചിട്ടാണ് നിരങ്ങുന്നത്. അതായത് ഈച്ച അടിച്ചിട്ടാണ് നിരങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പുഴു ശരീരത്തെ എല്ലാം കയറി. അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇതിങ്ങനെ പടർന്നിങ്ങനെ. അതെ അതെ, കാട്ടിൽ ഒറ്റയ്ക്ക് കിടന്നപ്പോഴേ ഇദ്ദേഹം എഴുതേക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലെല്ലാം പുഴു എല്ലാ സ്ഥലങ്ങളിലും കഷ്ടത്തിലൊക്കെ ഇങ്ങനെ. അതിന്റെ സ്മെല്ല് അദ്ദേഹത്തിന് പോലും പിടിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില ഓർമ്മകൾ പുള്ളിക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടുണ്ട്. അതുകൊണ്ടാണ് ഈ വിട്ട് അല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം വെച്ചാൽ അങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ചേക്കാം, നമുക്ക് ഒരു നിമിഷം നമ്മളെ ഒരു 10 മിനിറ്റ് ഈ മുറിയിൽ ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്തിട്ട് എടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ഞാൻ ഈ കഥ പലതവണ ഇവന്റെ അടുത്ത് ചോദിച്ച് എന്റെ അനുഭവം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇന്ന് പറയുന്ന നാളെയും ചോദിക്കും, മറ്റന്നാളും ചോദിക്കും. അങ്ങനെ പറയുമ്പോഴാണ് ഇതെല്ലാം അന്നാണ് മുഴുവൻ കിട്ടുന്നത്. പെട്ടെന്ന് അവനെ മുഴുവൻ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. ചേട്ടന് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? കാരണം നാട്ടിൽ നമ്മൾ എവിടെയോ ആരാണ് പിന്നെ കണ്ടത്? എങ്ങനെയാണ്? ആദിവാസികളുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ കാട്ടിനുള്ളിൽ താമസിക്കുന്നവർ. അവരെന്നെ കാണുകയാണ്. അവർ കണ്ടിട്ട് പിന്നെ അവരൊരു എടുത്തുകൊണ്ട് തന്നെ ഒരു മഞ്ചൽ പോലെ ഉണ്ടാക്കിയിട്ട് അത്തയിൽ എടുത്തുകൊണ്ട് പോയി അവരുടെ ഒരു വീട് പോലെ ഒരു സ്ഥലമുണ്ട്. ഇതിലൊരു ഹോളാണിങ്ങനെ. ആ ഹോളിൽ കൊണ്ട് എന്നെ ഇങ്ങനെ ചൂടത്ത് തീ എത്തിച്ചിട്ട് അപ്പം എന്നെ ഇങ്ങനെ മരവിച്ചിരിക്കുക മൊത്തം. അപ്പോൾ അവിടെ കൊണ്ടിട്ട് അവിടുന്ന് പിന്നെ അവർ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് എൻ്റെ കാലിലെ പുഴുവൊക്കെ കളഞ്ഞത്. പിന്നെ അവിടുന്ന് എന്നോട് ഫോൺ നമ്പർ ചോദിച്ചു, ആരെങ്കിലും വിളിക്കാൻ അറിയാം. അപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ കിട്ടണല്ലോ, എനിക്ക് ഫോൺ നമ്പറൊന്നും ഓർമ്മ കിട്ടണം. ഒരു ദിവസം അങ്ങനെ അവിടെ കിടന്നു ഓർമ്മയില്ലാതെ. അപ്പോൾ പിന്നെ പിറ്റേ ദിവസമാണ് എനിക്ക് ഫോൺ നമ്പർ ഓർമ്മ വന്നത്. അങ്ങനെ ഫോൺ നമ്പർ ഓർമ്മ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നെല്ലാവരും വന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ. അപ്പം ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നേരിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു നിമിഷം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും വേദന, ഈ പറയുന്ന സ്മെല്ല്, ഈ പുഴു എല്ലാം കൂടെ ഇപ്പം മരണം എനിക്ക് തീർച്ചയായിട്ടും ഞാൻ മുമ്പിൽ കണ്ടു. മരിച്ചാൽ മതിയെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല. മരിച്ചാൽ മതിയെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. കാരണം എനിക്ക് ഇവരെ കഴിഞ്ഞ് മുമ്പിൽ ചെല്ലണം എന്നുള്ളൊരു അതാണ് കേട്ടോ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു നമ്മുടെ മൈൻഡ് പവർ എന്ന് പറയാം. ആ മൈൻഡ് പവർ ആണ്. എനിക്ക് ഇവരെങ്കിലും മുമ്പിൽ എത്തണം, എനിക്ക് നാട്ടിലെത്തണം എന്നുള്ളൊരു ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ നിരങ്ങിയിട്ട് എൻ്റെ പിന്നെ ഉടുപ്പ് കീറിയിട്ടാണ് ഞാൻ മുറിവ് കെട്ടിവെച്ചത്. പിന്നെ നിരങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉടുത്തിരുന്ന മുണ്ടും പോയി. അടി നിക്കറൊക്കെ കീറിപ്പോയി. നമ്മൾ മണ്ണിക്കടി ഇങ്ങനെ നിരങ്ങുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഞാൻ നേക്കഡാണ്. അപ്പം ഇവരാണ് എനിക്ക് പിന്നെ ഒരു ഉടുപ്പ് കൊണ്ട് തരുന്നത്, ഈ രക്ഷിക്കാൻ വന്നവർ ഒരു മുണ്ട് കൊണ്ട് തന്നത്. അത് കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആ മുണ്ട് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ സിനിമകളിൽ ഇത് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കാട്ടിലകപ്പെട്ടവരെ ഒരാൾക്കാർ വന്ന് രക്ഷിക്കുന്നു. മിക്കവിടത്തിലും ഈ പറയുന്ന ട്രൈബൽസ് ആണ്, ആദിവാസികളാണ് രക്ഷിക്കുന്നത്. കാരണം അവരാണല്ലോ കാടിനകമായിട്ടുള്ളവർ. അവർ രക്ഷിച്ച് പിന്നെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. ചേട്ടൻ ഇത് കഴിഞ്ഞതിന് ശേഷം എത്ര നാൾ ഹോസ്പിറ്റലിൽ കിടന്നു? ഏകദേശം ഒരു 73 ദിവസം. 73 ദിവസവും? അത് കഴിഞ്ഞിട്ട് ഇവർ എൻ്റെ കാലിൻ്റെ മുട്ട് താഴേക്കുള്ള മാംസം മുഴുവൻ ഇവർ ചെത്തിക്കളഞ്ഞു. അത്രയും പഴുപ്പ് കയറിയായിരുന്നു എൻ്റെ കാലിൽ നിറയെ.
അതൊക്കെ ചെയ്തത് പച്ചക്കാണ്, നമ്മൾ മയക്കുവോ. കോട്ടയം മെഡിക്കൽ കോളേജിലെ 72 ദിവസങ്ങളോളം അദ്ദേഹത്തെ പിച്ചാത്തി വെച്ച് ചെത്തിക്കളഞ്ഞെന്നാണ് ഇങ്ങനെ അദ്ദേഹം പറയുന്നത്. ഈ പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്ന പ്രദേശം അല്ലേ? അത് ഓർമ്മയൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് നിറം മാറി, വസ്ത്രമില്ല, ഓർമ്മ കിട്ടുന്നില്ല. അപ്പം അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി 70 ദിവസത്തോളം 72 ദിവസത്തോളം അത് മരവിപ്പിക്കാതെ കാല് ചെത്തി കളഞ്ഞെന്നാണ് അദ്ദേഹം അന്ന് ഓർമ്മിച്ചത്. എപ്പോഴെങ്കിലും ഈ കാട്ടിനകത്ത് മൃഗങ്ങളെ പേടി തോന്നിയായിരുന്നു? കാണാം, നമ്മൾ കാട്ടിൽ പോകുമ്പോൾ തന്നെ എനിക്ക് കാട്ടിൽ നിന്നല്ല എവിടെയാണെങ്കിലും പാമ്പാണ് ആദ്യം എനിക്ക് പേടി. നമ്മളിങ്ങനെ നേരത്തെ ഇങ്ങനെ അവിടെ കാടുകളൊക്കെ ആണല്ലോ, മൃഗങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം എനിക്ക് അങ്ങനെ വലിയ പേടി, മൃഗങ്ങളെയൊന്നും പേടിയൊന്നുമില്ല. ഇല്ല, ആ സമയത്ത് അങ്ങനെ തോന്നിയില്ല. അത് ഇപ്പം പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളി നിരങ്ങുകയാണല്ലോ. നിരങ്ങാകുമ്പോൾ പുള്ളിയുടെ ഐ ലെവല് കാടിനകത്താണല്ലോ, കാട് നിൽക്കിയല്ലേ. അപ്പൊ എഴുന്നേറ്റ് നിന്നാലാൽ മൃഗങ്ങളോ വല്ലതും വരുന്നത് കാണാൻ പറ്റും. സൗണ്ടൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞേ. നിരങ്ങുന്നതുകൊണ്ട് പുള്ളി സേഫാ, പുള്ളി കാണുന്നത് നിരങ്ങും. അപ്പൊ പുള്ളി ഇഴജന്തുക്കളൊക്കെ കാണുന്നു, വലിയ മൃഗങ്ങളെ കാണുന്നില്ല. കാട്ടിനകത്ത് കയറിയ രാത്രി ഏതാ പകലേതാ നമുക്ക് അറിയാൻ പറ്റത്തില്ല. കണ്ണ് തുറന്നിട്ട് നമുക്ക് എന്താണല്ലോ മനുഷ്യനാണ്, ഒരു സമയമാകുമ്പോൾ ഇത്രയൊക്കെ ആകുമ്പോൾ ഉറക്കം വരും. അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഗുഹയ്ക്കകത്തും ഉറക്കം വരാനായിട്ട് മഴയാണല്ലോ, ഫുൾ ടൈം ഇങ്ങനെ മഴയായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ തല ഒരു ദിവസമൊക്കെ ഞാൻ തല മാത്രം ഒരു പാറ ഉള്ളിൽ കയറ്റി വെച്ച് തല നനയാതിരിക്കാൻ പറ്റും, മുഖം മാത്രം അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട്. എന്താണല്ലോ അവരെ കഴിഞ്ഞ് മുന്നേ എത്തണം മാത്രമേ ഉള്ളൂ മനസ്സിൽ, വേറെ ഒന്നുമില്ല. ചേട്ടാ ഇപ്പം ദേഹം പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചിരിയോടെയാണെന്ന് കേൾക്കുന്നത്, പക്ഷെ ഇപ്പം പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു ഇത് വരുന്നത്. നിങ്ങളതെങ്ങനെയാണ് ഇത്രയും അത് ഒരു സിനിമയിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഒരു ട്രൂ സ്റ്റോറി, ഒരു റിയൽ ലൈഫ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അനുഭവിച്ചതുപോലെ ഒന്നും ഒരിക്കലും സിനിമയിൽ നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധിച്ചെന്ന് വരില്ല. എങ്കിലും നമ്മളിതിനകത്തൊരു വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വകാര്യ വ്യക്തികളുടെ വനങ്ങളിലും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളിലും ഒക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഉൾക്കാട്ടിലൊന്നും നമുക്ക് പിന്നെ പെർമിഷൻ ഇല്ലാത്ത നമുക്ക് ഉൾക്കാട്ടിലേക്ക് അധികം പോകാൻ പറ്റില്ല. പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ചില വനങ്ങളിലും അതിഭീകരമായ കാടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില സ്ഥലങ്ങളും വ്യക്തിപരമായിട്ടുള്ള സ്ഥലങ്ങൾ, റിസോർട്ടുകൾ, പാറമടകൾ, ഇത്തരം സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് സ്ട്രഗിൾ ചെയ്ത്. കാരണം വെച്ചാൽ പാമ്പുകളുള്ള സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മൃഗശല്യ സ്ഥലങ്ങളിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റാതെ ഞങ്ങൾക്ക് ഷൂട്ടിങ് പുറത്ത് വരേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അത് അദ്ദേഹം നമ്മളുടെ പ്രിവ്യൂ ഷോ അദ്ദേഹം കണ്ടിരുന്നു. കണ്ട ശേഷം അദ്ദേഹം ഭയങ്കര ഇമോഷണലി ഇപ്പോഴും ഭയങ്കര പ്രശ്നമല്ലേ. കാട്ടിലുണ്ടായിരുന്ന അതൊരു റീൽ കളക്ട് ആയി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലായി പോയി. 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അന്നേരം? ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ? ഞാൻ വീട്ടിലേക്ക് എത്തുന്നത് ഈ 72 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക്? ഈ അപ്പം എൻ്റെ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ കാണുകയും. അതൊരു കാര്യമുണ്ട് നമുക്ക് പറയാം. ഇവൻ കാണാതെ പോയെന്നുള്ളത് നമുക്ക് നാട്ടിലെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ നാട്ടിലൊരു ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. 2ാമത്തെ ദിവസം ഓർമ്മ വന്നപ്പോൾ പുള്ളി ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നാട്ടിലൊരു ഫോൺ വന്നു, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തോന്നുന്നു ഒരാളെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 പേര് പോയി. ഇപ്പോൾ അച്ഛനും പിന്നെ ചേട്ടനും പിന്നെ അല്ലാത്ത 2 പേരും കൂടെ പോയി. അപ്പോൾ അവർ നേരെ വഴിക്ക് പോയി. ഇവർ ഈ കൂട്ടുകാരന്മാർ 2 പേര് വേറൊരു വഴിക്ക് പോയി. അവരാണ് ആദ്യം പോയി ഇവനെ കാണുന്നത്. ഞങ്ങളുടെ 2 ഫ്രണ്ട്സാണ് ഇവനെ പോയി കാണുന്നത്. ആദ്യം കാണാതെ പോയെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇവനാണോ അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവർ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവനല്ല. കാരണം ഇവനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവൻ്റെ കളറൊക്കെ മാറി, മുഖമൊക്കെ മാറി, പിന്നെ ചുണ്ടൊക്കെ വലിഞ്ഞ് പല്ലൊക്കെ പുറത്തേക്ക് നിന്നു. അപ്പോൾ അവന്മാർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ അടുത്തുനിന്ന് പോയ ആളല്ല എന്നുകൊണ്ട് ഇവർ തിരിച്ചു പോയി. അപ്പോഴത്തേനും ഇവൻ്റെ അച്ഛനും ചേട്ടനും കൂടി കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല അത് നമ്മുടെ ആളല്ല എന്ന് പറഞ്ഞു. അല്ല എന്നാലും ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛൻ വന്ന് നോക്കിയപ്പം പുള്ളി ഒരു മറുകുണ്ട് ഇവിടെ. അപ്പോഴത്തേനും മോനാന്ന് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതുപോലെ തന്നെ ജയനേട്ടൻ എന്നോട് ഇക്കാര്യം നേരത്തെ ഇവർ കഥ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനപ്പോൾ കരുതിയത് എന്താ വെച്ചാൽ വലിയ മുറിവുകളും ഒക്കെ ആയിട്ടുള്ളൊരു നമ്മള് സാധാരണ സിനിമ കാണുമ്പോഴുള്ള സാധ്യതകളാണെന്ന് വിചാരിച്ചിട്ട് കഥയെല്ലാം കേട്ടു. പക്ഷെ ഇത്രയും വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യുന്നു. അതിന്റെ ഒരു ത്രില്ല് അതിന്റെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഈ മുറിവൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ച വലിയ മുറിവുകളല്ല അവര് സെറ്റ് ചെയ്തത്. പക്ഷെ അതിനാഴമുണ്ട് മുറിവിനെങ്കിലും. ഞാൻ ഇക്കാര്യം ചോദിച്ചു, നമുക്ക് കുറച്ചുകൂടിയൊക്കെ വേണ്ടേ, ഡെവലപ്പ് ചെയ്താലല്ലേ നമുക്ക് പറ്റും. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞത് ആക്ച്വലി മുറിവുകളുടെ വലിപ്പമല്ല, നമ്മുടെ ശരീരത്തിന്റെ മുറിവുകളുടെ വലിപ്പമല്ല, മനസ്സിലേറ്റ മുറിവുകളാണ് നമുക്ക് പ്രേക്ഷകന് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് നാടകം കണ്ട ശേഷം പലരും വളരെയധികം ഇമോഷണലായി പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതേസമയം ഒരു വലിയ മുറിവുകൾ കാലിൽ വെച്ച് കെട്ടിക്കൊണ്ട് നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഇമോഷൻ
നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ കൺവേ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പൊ അത് ഇവർക്ക് നേരത്തെ അറിയായിരുന്നു. മുറിവ് മനസ്സിൻ്റെതാണ്, അതാണ് ഇയാളെ സർവൈവ് ചെയ്യാനും. അല്ല ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ അത് സംഭവം? 2002 തൊട്ട് ഇപ്പൊ ഇത്ര എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 22-23 വർഷമായി. ആ 23 വർഷവും ചേട്ടൻ ആ പെയിൻ പോയിട്ടില്ല, അതുപോലെ അതിൽ നിന്നും ഇതാവാൻ പറ്റിയിട്ടില്ല. അത് അതേപോലെ പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കണ്ടേ? അതിൽ അവർ വിജയിച്ചു എന്നുള്ളതായിരിക്കാം. ഒരു എന്താ പറയാ, ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു അഭിനേതാവ് എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ രണ്ടുപേരും കൂടെ അതിനകത്ത് നിങ്ങളോട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓ ഷുർ വളരെ തീവ്രമായിരുന്നു അത്. തീവ്രമായിരുന്നു എന്ന് പറയുന്നതൊരു അതെ, ആ സിനിമ കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ നമുക്ക് അതിലൊന്നും ഡ്യൂപ്പില്ല. ഒന്നാമത് ഡ്യൂപ്പില്ല. പാറയിൽ ഉരുണ്ട് വീഴുമ്പോൾ ഉരുണ്ട് വീഴുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കാടുകൾ അത്ര സേഫ് അല്ല. കാരണം ഇവിടുത്തെ ആൾക്കാർ പോവുകയും അവിടുത്തെ മദ്യക്കുപ്പികൾ വലിച്ചെറിയുകയും ഇഷ്ടംപോലെ ബീർ കുപ്പികൾ പൊട്ടിച്ചിരിക്കുക. അപ്പൊ ഞങ്ങൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ കാലിൽ കുപ്പിച്ചില് വെറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം നിൽക്കുമായിരുന്നു. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിങ് അവിടെ നടന്നത്. അതുപോലെ തന്നെ കൊക്കയിലേക്ക് മറിയോ എന്ന് പറഞ്ഞിട്ട് ഒരു 5-6-7-8 പേരോളം ചുറ്റും നിൽക്കും. കാരണം ഞങ്ങൾ മറിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഒരു ഭയമുണ്ട്, എങ്ങാനും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെല്ലാം താഴെ നിൽക്കുന്നത്. അപ്പൊ ഇത്തരം ഭയങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുക, അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. ചേട്ടാ, നമ്മുടെ അഭിനേതാവ് പറയുകയാണ് ഏറ്റവും റിസ്കി ആയിരുന്നു അവർ ചെയ്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ ഷോട്ടിനും ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാവാം ഒരു പുതുമുഖത്തിനെ വെച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറയാം അറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വെച്ചിരുന്നെങ്കിൽ, ഇപ്പം ലൈക്ക് ഏറ്റവും ലാസ്റ്റ് വന്ന ARMൽ ഒരു ടോവിനോയെ വെച്ചതുപോലെ ഒരു അറിയപ്പെടുന്ന ക്യാരക്ടർ വെച്ചിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കുറേ കൂടെ പബ്ലിസിറ്റി കിട്ടാനൊരു സാധ്യത ഉണ്ടാവില്ല. എന്തുകൊണ്ടായിരിക്കും പുതുമുഖങ്ങളെ അങ്ങ് ചൂസ് ചെയ്തത്? നമ്മളിത് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമേ തീരുമാനിച്ചു ഇതൊരു പുതുമുഖത്തെ ചെയ്യണമെന്ന് ആഗ്രഹിക്കാൻ കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ നടീനടന്മാർ പ്രശസ്തരായ ആൾക്കാരൊന്നും കാടുകളിൽ കയറി അവർക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനൊരു തയ്യാറാവില്ല. എനിക്ക് മനസ്സിലാക്കിയത് അവരുടെ കാരവാൻ എത്തുന്ന ഭാഗങ്ങൾ എവിടെ കാടുണ്ടോ അവിടെ വരെ അവർ വരുള്ളൂ. ഇപ്പോൾ പാമ്പുള്ള കാട്ടിൽ അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ചെറിയ ചെറിയ മൃഗങ്ങളുള്ള സ്ഥലത്ത് അവർ വരാൻ തയ്യാറാവില്ല. ഇത്രത്തോളം എഫേർട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ ഇതിനകത്ത് വേണമെന്ന് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് കുറച്ച് തിയേറ്റർ ആർട്ടിസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് ഞങ്ങളുടെ മനസ്സിൽ കിടന്നത്. അങ്ങനെയാണ് രതീഷ് എൻ്റെ സുഹൃത്താണ്. അപ്പോൾ 25 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിയത്. അപ്പോൾ രതീഷിലേക്ക് എത്തുകയും രതീഷ് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഒരു പുതുമുഖത്തിലേക്ക് എത്തിയത്. ഈ ക്രൂ മൊത്തവും പുതുമുഖ ആൾക്കാരാണോ? ആർട്ടിസ്റ്റുകൾ ഏകദേശം ആൾക്കാരും പുതിയ ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മൾ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ ചെയ്യുമ്പോഴാണല്ലോ, അത് സക്സസ് ആകുമ്പോഴാണല്ലോ ഡയറക്ടർ ആവുന്നത്. ഒരു പ്രൊഫഷണൽ ആളെ, സിനിമ അറിയാവുന്ന ഒരാളെ വെച്ച് സിനിമ എടുത്ത് സംവിധാനം ചെയ്ത് അത് ഹിറ്റായിട്ട് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംവിധായകൻ്റെ ഒരു കയ്യൊപ്പ് അതിനകത്ത് ഉണ്ടാവുമെന്ന്. കാരണം മറ്റ് പ്രൊഫഷണൽ ആൾക്കാരാകുമ്പോൾ അവർ അവരുടെ ജോലി ചെയ്ത് കൃത്യമായി സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും. പക്ഷെ സിനിമ അറിയാത്ത ആൾക്കാരും സിനിമ എന്തെന്നറിയാത്തവരെ വെച്ച് സിനിമ ചെയ്ത് അത് സക്സസ് ആകുമ്പോഴാണ് ഡയറക്ടർ ആരാണെന്ന് ലോകം അറിയുന്നത്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരക്കഥാകൃത്തിന് അറിയാം ഇയാളെ, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ഇത് എഴുതാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിച്ച കാര്യങ്ങൾ അതേപോലെ എഴുതാനേ പറ്റുകയുള്ളൂ. അതായത് അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാം, അതിനെ തിരക്കഥയിലേക്ക് മാറ്റണം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പോകുകയും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ആ സിനിമയുടെ ഒരു കോർ എന്ന് പറയുന്നത് ആ സർവേലൻസ്, ആ 6 ദിവസത്തെ അദ്ദേഹം അനുഭവിച്ച പെയിനും അത് ഓഡിയൻസിന് കിട്ടുകയും വേണം. എന്നാൽ ആളുടെ അഡ്രസ്സ് പറയാൻ പറ്റത്തില്ല, ആളെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറേ കൂടെ വിസിബിലിറ്റി ആവും അല്ലേ? അപ്പോൾ ആ വിസിബിലിറ്റി ഇദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബാധിക്കുമോ? കാരണം വെച്ചാൽ ഇത് ഒരു ആളുടെ ജീവിതമാണല്ലോ. അതെ, അത് ശരിക്കും പറഞ്ഞാൽ പ്രിവ്യൂ ഷോ കണ്ടതാണ്. അപ്പോൾ ശരിക്കും അവൻ്റെ അടുത്ത് ചോദിച്ചാൽ പ്രിവ്യൂ ഷോ കണ്ട ശേഷം അവൻ എന്താണ്, അവൻ്റെ മൈൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അവന് മനസ്സിലാവും. ഇപ്പം ശരണ്യ ചോദിച്ച പോലെ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി ഞാൻ സ്ക്രിപ്റ്റായിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല. നമുക്ക് സിനിമാറ്റിക്കും കൂടെ ആണല്ലോ. പക്ഷേ ഇവൻ പറഞ്ഞതിനേക്കാളും അതിനേക്കാളും കൂടുതൽ എഴുതണമായിരുന്നു. അത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ എഴുതി ഫലിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല. അതേ രീതിയിലാണ് പുള്ളി അനുഭവിച്ചത് ശരിക്കും. പക്ഷെ എന്നിരുന്നാലും അവൻ പറഞ്ഞതിൻ്റെ അന്തസത്ത കളയാത്ത രീതിയിൽ തന്നെ അത്
എഴുതി വെച്ചു. അല്ല, ഇനി ഒരു ഐഡന്റിറ്റിക്ക് ഒരു പ്രശ്നമാകുമോ? കാരണം നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തെ, നാട്ടിൽ അറിയാം. ഇപ്പം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൽ പോലും നമ്മൾ മുഖം കാണിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ പോലും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ സിനിമ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക്? അല്ല, പുള്ളിക്ക് വേറെ, പുള്ളി ഇപ്പം പിന്നെ കാട്ടിനകത്ത് കയറിയത് നിധി കുഴിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റേ പോർഷനിൽ പറയുന്ന ചന്ദനം വെട്ടാനോ പോയ ഒരാളല്ല. പുള്ളി ആ കാലത്ത് നമുക്ക് രുദ്രാക്ഷക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, അതെനിക്കും അറിയാം. അത് പെറുക്കി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 5-10 രൂപയൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ പെറുക്കാൻ വേണ്ടി പോയതാ. ഇപ്പൊ ഇവന്റെ കൂടെ ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനും കൂടെ പോയത്. അപ്പൊ നമ്മളൊരു ഗ്യാങ് ആയിരുന്നു, അപ്പൊ അങ്ങനെ പോയതാണ്. പക്ഷെ ഇപ്പം പോയിട്ട് 6 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനും അന്നത്തെ സിറ്റുവേഷനും വേറെയാണ്. അപ്പൊ ഇപ്പം ഇവൻ 6 ദിവസം കാട്ടിക്കിടന്ന് അതുകൊണ്ടാണ് ഈ കാലിങ്ങനെ ആയത്. വേണമെങ്കിൽ ആളുകൾക്ക് എന്തും പറയാം, ഇവൻ കാട്ടിപ്പോയത് കാവറുക്കാനാണോ വേറെ എന്തെങ്കിലും ആണോ, ഇനി ട്രസ് പാസ് ആണോ, അപ്പൊ എന്തിനാണ് വെറുതെ പുള്ളി സ്വസ്ഥമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കാൻ. അപ്പൊ അത് പുള്ളി ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി ഫാമിലിയായിട്ട് സ്വസ്ഥമായിട്ട് ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ അനുഭവം പറഞ്ഞു, അത് സിനിമയായി, സന്തോഷം. പുള്ളി അല്ല, ഈ അനുഭവം എങ്ങനെയാണ് ചേട്ടനിലേക്ക് എത്തിയത്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? അതാ ഒരു എനിക്ക് നമ്മുടെ നാട്ടില് ഞാനും ഡയറക്ടർ ജയനും കൂടി ഞങ്ങളൊരു എൻ്റെ വീട്ടിൽ പോയി. എൻ്റെ വീട്ടിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ ഇവനെ ആ 2002 ശേഷം പിന്നെ ഞാൻ ഒരു 15 വർഷത്തിന് ശേഷമാണ് കാണുന്നത്. അന്ന് ഒരുമിച്ച് പഠിച്ചു കൊള്ളുന്നൊക്കെയാണ്. ഞാനും ഡയറക്ടറും കൂടെ എൻ്റെ വീട്ടിൽ പോയപ്പം ഇവൻ അവിടെ ഉണ്ട്, നമ്മുടെ വീടിനടുത്തുണ്ട്. അപ്പൊ എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. അപ്പൊ ഇവന്റെ കഥ എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പം കാറിലിരുന്ന് ഞങ്ങൾ വേറൊരു സിനിമയുടെ സബ്ജക്ട് സംസാരിച്ചുകൊണ്ടാണ് പോയത്. ശരിക്കും അത് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ വന്നതാണ്. അപ്പൊ അതിന്റെ ഡിസ്കഷൻ കൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഈ കഥയായിട്ടാണ് വന്നത്. കാരണം അതെ വീട്ടിൽ ഞങ്ങൾ മല ഇറങ്ങിയപ്പം ഈ കാടകത്തിന്റെ സബ്ജക്റ്റും കൊണ്ട് ഞങ്ങൾ പോകുന്നത്. കാരണം പുള്ളി നമ്മൾ അവിടെ വെച്ച് കണ്ടു. അപ്പൊ ഞാനിങ്ങനെ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു സംസാരിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അയ്യോ ഇവൻ ഇത്ര ഈ ഒരു കഥയുണ്ടല്ലോ. അപ്പൊ ഞാൻ കാലിലോട്ട് നോക്കിയപ്പം കാലും അതേപോലെ ഇരിക്കും. 15 വർഷത്തിന് ശേഷം കാലം അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ജയന്റെ അടുത്ത് പറഞ്ഞു, ജയണ്ണ ഇതൊന്ന് നോക്കിക്കേ, ഇവന് നല്ലൊരു കഥയുണ്ട്, ഇവന് അനുഭവ കഥയുണ്ട്, ഞാൻ പറയുന്നതൊക്കെ നല്ലത് അവന്റെ വായിൽ തന്നെ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ നിന്ന് ഈ കഥ പറഞ്ഞു. അപ്പൊ അന്നേരമാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിന്റെ കാല് അത്രയും ഭീകരമായിരുന്നു. ഈ കാല് ഇപ്പോഴും കാലിൽ ഇവിടെ ദശയില്ല. അതെ, ഇവിടുന്ന് താഴോട്ട് ഇപ്പോഴും ഫ്രാക്ചറാണ് പ്രശ്നമായിട്ടിരിക്കുന്നത്. കാരണം കാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു അപകടമാണ്, അങ്ങനെ കിട്ടിയ ഒരു അപകടം. അത് ഇപ്പോഴും 20 വർഷം കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ട് പോയിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ കാല് കണ്ടപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് കാലത്ത്. അപ്പൊ നമ്മളെ മനസ്സിലാക്കലായിരുന്നു, നമ്മൾ 1 മണിക്കൂറോളം കാട്ടിനകത്തൊക്കെ അകപ്പെട്ട് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥയാണ്, നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഞങ്ങളൊരു പ്രൈവറ്റ് കാട്ടിൽ പോയപ്പോൾ പോലും ഞങ്ങൾ 25ഓളം പേര് നിന്നിട്ട് ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളൊരു അരുവി കണ്ട്, അരുവി എന്തായാലും റോഡിലെത്തുമെന്നൊരു തോന്നലുണ്ടായി. ആ അരുവിക്കകത്തോട് നടന്നാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. ഒന്ന് നമ്മൾ കടലിലൊക്കെ പോകുമ്പം ചൊരുക്കം എന്ന് പറഞ്ഞ സംഭവം, കടലിൽ പോകുമ്പോൾ ആദ്യമായിട്ടും കടലിൽ പോകുമ്പോൾ ഛർദിലുണ്ട്. ഇതേ സിസ്റ്റം കാട്ടിലും ഉണ്ട്, അത് പലർക്കും അറിയില്ല. ഈ ചൊരുക്ക് കാട്ടിലും ഉണ്ട്. ആദ്യമായിട്ട് കാട്ടിൽ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഇതുണ്ടാവും ഭയങ്കരമായിട്ട്. നമ്മൾ ആ സിനിമയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം രതീഷൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഇവർ ഒരാളുടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഒറിജിനൽ കഥയുമായിട്ട് 2 വ്യക്തികൾ സമീപിക്കുകയാണ്. അതും പുതുമുഖം എന്ന നിലയിൽ അവർ നിങ്ങളിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമ ചെയ്യാൻ ഇങ്ങനെ കഥ കേട്ടപ്പോൾ എനിക്ക് എങ്ങനെ ആയിരിക്കാം ഇതിനോട് ഇത്രയും നീതി പുലർത്താൻ പറ്റുക, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് രതീഷ് ഏട്ടൻ ചെയ്തത്? അല്ല, ഒരുക്കങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന ആളെ നേരിട്ട് കണ്ടിരുന്നോ, അതോ ഇപ്പോഴാണോ കാണുന്നത്, എപ്പോഴാണ് കണ്ടത്, അല്ലെങ്കിൽ കുറെ കൂടെ നമുക്ക് ആളുകളോട് ഡിസ്കസ് ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ കണ്ണാടി നോക്കി പറയും ഈ സീൻ ഇങ്ങനെ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഈ സീൻ, അല്ലെങ്കിൽ കൂട്ടുകാരോട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? ഞാൻ സത്യം പറഞ്ഞതിൽ ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുക എന്നുള്ളൊരു സാധ്യതയല്ല ഈ സിനിമയിലേക്ക് വരുന്നത്. ജെയിൻ ക്രിസ്റ്റഫർ ഒരു നല്ല സിനിമ ചെയ്യാൻ പോകുന്നു എന്നറിയുന്നു. ഹീസ് മൈ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടിലെ ഒരാളാണ് ജെയിൻ. അപ്പൊ അദ്ദേഹം എന്നെയും ഡോക്ടർ ആരോമൽ വിളിക്കുന്നത് സ്ക്രിപ്റ്റ് കേൾക്കാനായിരുന്നു. ഞങ്ങളൊരു സിനിമ ചെയ്യുന്നു, അതിന്റെ സ്ക്രിപ്റ്റ് നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പാലക്കാട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നു, കഥ കേൾക്കുന്നു. അപ്പോൾ ഇവര് പറയുന്നൊരു ബേസ് എന്താ വെച്ചാൽ, ഒരു ആർട്ട് മൂവി മേക്ക് ചെയ്യണം, ആർട്ടിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്ന, കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അക്കാദമിക്കലായിട്ടുള്ള ഒരു വർക്കാണ് ഡയറക്ടറിന്റെ മനസ്സിലാവുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ കഥയുടെ ഫ്ലോ ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഉഗ്രൻ ത്രില്ലർ മൂവിയാണെന്ന് എനിക്ക് പിടികിട്ടി. ഒരു സർവൈവൽ ത്രില്ലറാണ് എന്ന് പിടികിട്ടി. കാരണം നമ്മൾ പല സർവൈവൽ ത്രില്ലറുകളും കാണുന്നുണ്ട്, റെസ്ക്യൂ ഡോൺ പോലുള്ള പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരം പടങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ആടുജീവിതം വരെയുള്ള പടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ
ഇത് എനിക്ക് ഒരിക്കലും എങ്ങനെയാണ് ഇത് രണ്ടും കൂടി മെർജിങ് ആണ്. ശരിക്കും ഒരു അക്കാദമിക്കൽ മൂവിയാണ്. അതോടൊപ്പം തന്നെ ഇത് സാധാരണ പ്രേക്ഷകരെ കൂടി സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു മൂവിയാണിത്. അപ്പൊ ഞങ്ങൾ ഈ കഥ കേൾക്കുന്നു, അപ്പോ ഞങ്ങളോട് പറയുന്നു കൂടെ നിൽക്കണം പറയുന്നു. അപ്പൊ അതിലേതെങ്കിലും ഒരു വേഷം ചെയ്തേക്കാം, കുറെ പേരുടെ വേഷം ഉണ്ടല്ലോ, ചെയ്തേക്കാം പറയുന്നു. ഓക്കെ. പക്ഷെ എന്നിട്ട് ഞാൻ അടക്കമുള്ളവര് NSDയിലെയും സ്കൂൾ ഓഫ് ഡ്രാമയിലെയും ഒക്കെ കുട്ടികളെ അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയായിരുന്നു. ഞാൻ അടക്കമുള്ളവർ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പൊ ഒരുപാട് പേരുടെ പ്രൊഫൈലുകൾ നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവരൊന്നും ഈ കഥാപാത്രത്തിന് പറ്റാത്തത് കൊണ്ടല്ല അദ്ദേഹം സെലക്ട് ചെയ്യാതിരുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഒരു ആസ് എ ആക്ടറുണ്ട്, ഒരു പുതിയ ആളാണ്, ഒരു പ്രൊഫഷണൽ അല്ല. ഒരു പുതിയ ആൾ വരുമ്പോഴുള്ള ഏറ്റവും ഒരു ഡിസ്റ്റർബ് ഫാക്ടർ എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ആവില്ല. ഇമോഷണൽ ആയിട്ടുള്ള സാധ്യതകളെ കുറിച്ച് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ആവുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം അപ്പൊ ഓരോരുത്തരുടെ മാറ്റം. എനിക്ക് തോന്നുന്നു 1000-ലധികം പേരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ യാദൃശ്യമായിട്ട് വരുന്നത്, സിനിമ ചെയ്യുന്നതിന്റെ 3 ദിവസം മുൻപാണ് ഈ കഥാപാത്രം ഞാൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് തയ്യാറെടുപ്പുകൾക്ക് ഉള്ള ഒരു സാധ്യതയില്ല. ഈവൻ ഞാൻ എന്റെ ശരീരം തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, തടി അതില്ലെങ്കിൽ പോലും അങ്ങനത്തെ പല പ്രോസസ്സുകൾക്കും ആവശ്യപ്പെടുകയാണെങ്കിൽ പോലും നമുക്കത് അങ്ങനെ ഒരു സാധ്യത അവിടെ ഇല്ലായിരുന്നു. ഒന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ കഥ ഞാൻ നേരത്തെ കേട്ടെങ്കിലും ഇദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നില്ല. ഇദ്ദേഹത്തെ ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വിളിച്ചു വെച്ചുള്ളൂ. കാരണം അത് ഞങ്ങൾ ക്ലൈമാക്സ് എടുക്കാൻ പോകണം. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് ഇദ്ദേഹം ആ സമയം താങ്കൾ ചോദിച്ച പോലെ ആ മൈന്യൂട്ട് ടൈം, നിങ്ങൾ രക്ഷപ്പെടുന്ന ആ മൈന്യൂട്ട് ടൈമിൽ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നാണ് ആ ചോദ്യം. പക്ഷെ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് പുള്ളി ഒരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിക്കായിരുന്നു എന്നാണ്. പക്ഷെ അതൊരിക്കലും നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല. കാരണം ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ആ മനുഷ്യന്റെ ഇച്ഛാശക്തിയാണ് അവിടെ വിജയിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ഒരു ദൈവം വന്ന് കൈപിടിച്ചു കൊണ്ടുപോകുന്നതല്ല ഒരു സർവൈവൽ ത്രില്ലറിന്റെ ശരിയായ ഭാവം ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ രീതിയെ ഞങ്ങൾ മറികടന്നുകൊണ്ട് മനുഷ്യന്റെ പ്രയത്നത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ഇദ്ദേഹത്തെ കണ്ടാലുള്ള അപകടങ്ങൾ എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കേണ്ടതായി വരും. ഞാൻ ഡോക്ടർ വൈരവാസവൻ പിള്ള സാറിന്റെ സ്റ്റുഡന്റ് ആണ്. 15 വർഷമായി തിയേറ്ററിലും ഫിലിമിലും വിഷ്വൽ ആർട്സിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കുറക്കാലം മുൻപ് ആക്ടറായിരുന്നു. അത് പിന്നെ വേണ്ടെന്ന് വെച്ച് പിന്നണിയിലേക്ക്, സിനിമയിലേക്ക്, മറ്റു പിന്നണിയിലേക്ക് പ്രവർത്തന മേഖല മാറ്റുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഒരാളെ കണ്ടിട്ട് അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ പലതും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണാൻ വലിയ കാര്യമില്ല. പക്ഷെ എനിക്ക് റെഫറൻസ് ഉണ്ടായിരുന്നു. അത് സിനിമകളായിരുന്നു. റെസ്ക്യൂ ഡോൺ ഉണ്ടായിരുന്നു, 127 hours, അങ്ങനെയുള്ള സിനിമകൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആടുജീവിതമോ കാസ്റ്റവേ ഒന്നും എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതെല്ലാം നീണ്ട കാലത്തെ ജീവിതം പറയുന്നത്. ആടുജീവിതം ആണെങ്കിലും വർഷങ്ങളുടെ ജീവിതമാണ് അത് പറയുന്നത്. കാസ്റ്റവേ ആണെങ്കിലും അതുപോലെ തന്നെ വർഷത്തോളം വരുന്ന ജീവിതമാണ്. അപ്പൊ അതല്ലാത്ത മറ്റു സിനിമകള് റെഫറൻസ് ചെയ്യാന്നുള്ളായിരുന്നു. പിന്നെ മറ്റൊരു സാധ്യത ഇവിടെ കിടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിക്കണോ ബിഹേവ് ചെയ്യണോ എന്നുള്ളൊരു പ്രോസസ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതിൽ അഭിനയിക്കുക തന്നെ വേണം, തീവ്രമായ അഭിനയം കാഴ്ചവെക്കുക തന്നെ വേണം എന്നുള്ളൊരു തീരുമാനം എത്തി. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫ് രൂപപ്പെടുത്തി, സിനിമയ്ക്ക് ആക്ടിങ് ഗ്രാഫ് രൂപപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ തുടങ്ങുന്ന ഒരു സിനിമ എൻ്റെ ഒക്കെ എത്തുമ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുക, അങ്ങനെയുള്ള ഒരു ഗ്രാഫ് വർക്ക് ചെയ്തിട്ട് ചെയ്തൊരു പടമാണ്. ഇപ്പൊ ചേട്ടൻ ഇതിന്റെ പ്രിവ്യൂ കണ്ടില്ലേ ഈ സിനിമയുടെ? ഈ പ്രിവ്യൂ കണ്ടപ്പോൾ എന്തായിരുന്നു ആക്ച്വലി മനസ്സിലെന്തായിരുന്നു? എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇങ്ങനെ പുള്ളി ചെയ്ത് വെച്ചേക്കുള്ളൂ. ഇവർ രണ്ടുപേരും നീതി പുലർത്തിയോ? 3 പേര് നീതി പുലർത്തിയോ? തീർച്ചയായിട്ടും നീതി പുലർത്തി. ചേട്ടന് പേടിയുണ്ടായിരുന്നോ ഈ സിനിമ ഇറങ്ങാ, ഇവരിങ്ങനെ സിനിമ ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പേടിയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, എനിക്ക് ഡൗട്ടാണ്. പിന്നെ ഈ എന്താവും ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ആളിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലേ. ഓക്കെ ചേട്ടാ, പ്രാദേശിക ചന്ദനക്കടത്ത് ഇതിനകത്തൊരു വിഷയമാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ സിനിമയിൽ ഒരു പോർഷനില് ഒരു മരത്തിൽ എന്തോ ഒരു സാധനം ഒരു തൂക്കുന്നുണ്ട്. എന്താ സംഭവം? അത് ഈ പ്രാദേശിക ചന്ദനക്കടത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. അത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, പ്രാദേശിക ചന്ദനക്കടത്ത് എന്ന് പറയുന്നത് എന്താണ്? കാരണം ശരിക്കും നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വാക്കുകളത് പ്രാദേശിക ചന്ദനക്കടത്ത് നമ്മൾ ഉണ്ടാക്കിയതെന്ന് വെച്ചോ,
പ്രാദേശികമാകുമ്പോൾ അല്ല എങ്ങനെ വെട്ടാൻ പറ്റുന്നു? കാരണം ഞാൻ ഈ അടുത്തിടെയും മറയൂര് പോയി, അവിടെ എല്ലാത്തിനും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മൂടോടെ വെട്ടിക്കൊണ്ട് വരാൻ പറ്റും? മൂടോടെ വെട്ടുകയല്ല, ഇതിപ്പം മറയൂരിലോട്ട് പോകണമെങ്കിൽ നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരു 60 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ നമ്മുടെ സ്ഥലത്ത് നിന്ന് റോഡ് മാർഗം പോകാനാണ്. പക്ഷേ ഈ ചന്ദനം വെട്ടാൻ പോകുന്നത് ഒരു 6ഓളം മലകൾ കയറി ഇറങ്ങിയാണ് പോകുന്നത്, നേരായിട്ടുള്ള വഴിക്കല്ല പോകുന്നത്. അപ്പോൾ അവർ മല കയറി ഇറങ്ങി ഈ ചന്ദനക്കാടുകളുടെ ബാക്ക് സൈഡിൽ എത്തുള്ളൂ. നമ്മൾ പോകുന്ന വഴിയല്ലാണ്ട് വേറെ അത് മറയൂർ പോകുന്ന വഴി അറിയാം, അടിമാലി നേരെ അങ്ങ് പോയാൽ മതി. ഇതല്ലാതെ മലകൾ കയറി ഇറങ്ങി ചന്ദനക്കാടിന്റെ പുറകുവശത്തെത്തും. അവിടുന്ന് ഇത് വെട്ടിക്കൊണ്ട് പോരാന്ന് വെച്ചാൽ നമ്മൾ പോയി ഒരു മരം വെട്ടിക്കൊണ്ട് പോരുന്നില്ല ഇത് പോരുന്നത്. ഇവരാദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ മരത്തിൽ കയറിയിട്ട് ചന്ദന മരത്തിന്റെ മുകളിൽ 3 കയറുകൾ അടുത്തുള്ള 3 മരത്തിലോട്ട് വലിച്ചു കെട്ടും. ടോപ്പ് വലിച്ചു കെട്ടിയിട്ട് കെട്ടിയതിന്റെ തൊട്ട് താഴെ വെച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്നത് ആക്സ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ഈ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്. ആക്സ് ഉപയോഗിച്ചാൽ സൗണ്ട് കേൾക്കൂലേ? ഈ ആക്സോ ബ്ലേഡ് ആണെങ്കിൽ കുറച്ച് സൗണ്ട് കേൾക്കുള്ളൂ. പിന്നെ ഇപ്പൊ ചോദിച്ചില്ലേ എന്തോ പശ പോലെ തേക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ആക്സോ ബ്ലേഡിന്റെ സൗണ്ട് പോലും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പശയല്ല, തൈരാണ്. തൈരോ? അത് ഇവരുടെ ഒരു ടെക്നിക്കാണത്. ഈ തൈര് കുറച്ചൊന്ന് ഇറക്കും, അതിന്റെ തൈര് തേക്കും. തൈരും കൂടെ ഉൾപ്പെടെ ഇറക്കുമ്പോൾ സൗണ്ട് തീരെ വരത്തില്ല. സുധീഷ് കോശിക്ക് നല്ല അല്ല ഞാനത് ചോദിക്കാം. എഴുതണമെങ്കിൽ നമുക്ക് നമ്മളത് കാണുക, ഞാനൊക്കെ അത് കാണുവാണ്, തൈര് തേച്ചിട്ട് ഒരു മനുഷ്യൻ മരം മുറിക്കുന്നു. അപ്പൊ അത് ഇനി കെട്ടിവെച്ചതും കൂടെ പറയാം. തൈര് തേച്ചാൽ ഈ മരത്തിന്റെ അവിടെ അറക്കുന്നു, അറുത്ത് കഴിഞ്ഞാൽ അത് മരം വേർപെടും. ഈ ടോപ്പ് നേരത്തെ കെട്ടിവെച്ചെന്ന് പറഞ്ഞില്ലേ, ടോപ്പ് പൊങ്ങി അങ്ങനെ നിൽക്കും. ടോപ്പ് കുറച്ചൊന്ന് വിട്ട് നിൽക്കും. അപ്പം ഇതിന്റെ തടി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ ടോപ്പ് താഴോട്ട് എരിഞ്ഞു വീഴുന്ന സൗണ്ട് കേൾക്കത്തില്ല. മുകളിൽ നിന്ന് ദൂരെ നിന്ന് ബൈനോക്കുലർ വെച്ച് നോക്കുന്ന ഫോറസ്റ്റുകാർ നോക്കുമ്പോൾ ടോപ്പ് അങ്ങനെ നിപ്പുണ്ട്, മുകളിലുണ്ട്. ഇതൊരു 3-4 ദിവസം അങ്ങനെ നിൽക്കും. 3-4 ദിവസം കഴിയുമ്പോൾ ഇത് കരിഞ്ഞു കഴിയുമ്പോഴാണ് അവർ താഴെ ഇറങ്ങി ഒന്ന് നോക്കുന്നൊക്കെ ചെയ്യുന്നത്. അപ്പത്തേനും ടോപ്പ് മാത്രം ഇങ്ങനെ ആകാശം നിൽക്കും, ഈ തടി കൊണ്ട് പോയി കളയും. അതെ, നമ്മുടെ ഈ സിനിമ പ്രാദേശിക കള്ളക്കടത്തല്ല നമ്മുടെ വിഷയം. നമ്മളുടെ വിഷയം ഇദ്ദേഹം 5 ദിവസം കാട്ടിലകപ്പെട്ടു പോയി. ആ സർവൈവലാണ് നമ്മൾ സിനിമയ്ക്ക് മുൻതൂക്കം കൊടുത്തത്. ഏകദേശം ഫസ്റ്റ് ഹാഫ് വരെ ചന്ദനക്കടത്തുമായിട്ട്, കാരണം സിനിമ ചെയ്യുമ്പോൾ സിനിമയുടേതായ പ്രശ്നം കാണുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. അതെ, പേരുകള് സ്ഥലങ്ങളെല്ലാം വ്യത്യസ്തമായ പേരുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് പ്രേക്ഷകനാണത് മനസ്സിലാക്കി. എന്നത്തേക്കാണ് റിലീസ് വരുന്നത്? മാർച്ച് 14-ാം തീയതിയാണ് കേരളത്തിൽ റിലീസ് ആവുന്നത്. അതോടൊപ്പം തന്നെ ഇത് 70ഓളം രാജ്യങ്ങളിലേക്ക്, രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലുകളിലേക്ക് ഇത് പോകുന്നുണ്ട്. അതും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും ഫെസ്റ്റിവൽ മൂവി ആയിട്ട് എടുത്തതായിരുന്നു? ഫെസ്റ്റിവൽ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു പിന്നെ ഫെസ്റ്റിവൽ മൂവി ആ കാറ്റഗറിയിലും ഫെസ്റ്റിവൽ മൂവി എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു നല്ല സിനിമ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ അതീവ ഫാസ്റ്റായിട്ട് പോകുന്ന അത്തരത്തിൽ പോകുന്നൊരു സിനിമയല്ല ഇത്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുന്നത് ഇതൊരു നല്ല സിനിമയാണ്. അവർ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴും അവരുടെ മനസ്സിലൊരു പെയിൻ എന്തായാലും കുറേ ദിവസങ്ങൾ അവർക്ക് നിലനിൽക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കണ്ടന്റ് ഇദ്ദേഹത്തെ കണ്ടു, ഈ കഥ തിരഞ്ഞെടുത്തു. ഇതിനൊരു പ്രൊഡ്യൂസർ വേണമല്ലോ. അങ്ങനെ പ്രൊഡ്യൂസറിലേക്ക് പോയി നമ്മുടെ സുഹൃത്ത് മനോജ് ചെറുകര ഇത് ചെയ്യാൻ നിൽക്കുകയും സഹ പ്രൊഡ്യൂസറായി ഗോവിന്ദൻ നമ്പൂതിരി എല്ലാം കൂടി ചേർന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് നമ്മുടെ മുമ്പ് പടത്തിൽ അഭിനയിച്ച ആൾക്കാരുണ്ട്. ഡോക്ടർ ആരോമൽ, അദ്ദേഹം ആക്ടിങ് പെർഫോമിംഗ് ആർട്സ് പിന്നെ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അതുപോലെ ജോസ് പാല, ജോസ് ചാക്കോ, ശ്രീരാജ്, മനു തെക്കേടത്ത്, ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഒരു ഏകദേശം 25ഓളം ആർട്ടിസ്റ്റുകളുണ്ട്. വിനോദ് വെളിയനാട്, അങ്ങനെ പലരും പേര് വരുന്നില്ല. എല്ലാവരും നല്ലപോലെ ഇവരൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞെന്നുള്ളതാണ്. ഇവരൊക്കെ അഭിനയിച്ച പ്രേക്ഷകനാണ്. പക്ഷെ നമ്മുടെ സിനിമ എന്താണെന്ന് പ്രേക്ഷകനാണ് പറയുന്നത്. പ്രേക്ഷകരാണ് നമ്മുടെ എല്ലാം. ഇത് സിനിമാറ്റിക്കും കൂടെ ആക്കിയെന്ന് പറഞ്ഞില്ലേ? കാരണം ഇതിനകത്തൊരു നായികയുണ്ട് ഇത് സിനിമയിൽ. ഈ അകപ്പെട്ട് പോകുന്ന ആൾക്കൊരു നായികയുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു നായിക ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ സിനിമാറ്റിക് ആക്കിയതാണ്. പുള്ളി കാട്ടി കിടക്കുമ്പോൾ പുള്ളിക്ക് ആ ഒരു നായിക, നാട്ടിലുള്ള നായിക ഓർമ്മ വരുമല്ലോ. അത് നമ്മൾ സിനിമയിലുണ്ട്. അതുപോലൊരു മനോഹരം ഒരു ഗാനം, ഒരു പാട്ട് സിനിമയിലുണ്ട്. സുരേഷ് കരിന്തലക്കൂട്ടമാണ് പാടി. അദ്ദേഹം സുരേഷ് കരിന്തലക്കൂട്ടം എന്ന് പറഞ്ഞൊരു അതിപ്രശസ്തനായ ഫോക്ക് സിംഗറാണ്. മധുലാൽ ശങ്കർ, സെബാസ്റ്റ്യൻ ഒറ്റമശ്ശേരി, ഇവരാണ് അതിന്റെ മ്യൂസിക്കും രചനയൊക്കെ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ നല്ല അനുയോജ്യമായിട്ടുണ്ട് എന്നാണ് പ്രിവ്യൂ ഷോ കണ്ട്. കാരണം നമുക്ക് പ്രിവ്യൂ ഷോ നടത്തി നമ്മുടെ കേരള ചലച്ചിത്ര അക്കാദമി തിയേറ്ററിലാണ് പ്രിവ്യൂ ഷോ നടന്നത്. അത് ഒരു കുറച്ച് സീറ്റുകളേ ഉള്ളൂ, 50ഓളം സീറ്റുകളേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു 300ഓളം ആൾക്കാർ ഈ സിനിമ കാണാൻ, അക്കാദമിക് തലത്തിലുള്ള നാഷണൽ അവാർഡ് വിന്നേഴ്സ്, സംസ്ഥാന അവാർഡ് കിട്ടിയ ആൾക്കാർ, ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാർ വന്നിട്ട്
ഈ ചിത്രം നിങ്ങൾ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ എത്തിക്കണമെന്ന് പറയുകയും അങ്ങനെയാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി ജോലികൾ പൂർത്തിയാക്കി മാർച്ച് 14-ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. പണ്ടൊക്കെ നമ്മൾ പറയും ഓരോ വെള്ളിയാഴ്ച ഓരോ സംവിധായകർ ജനിക്കുന്നു, അവരുടെ ദിനമാണ്, ഓരോ പുതുമുഖങ്ങളുടെ ദിനമാണെന്ന്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രിവ്യൂ ഷോ കാണാൻ വിളിച്ചപ്പോൾ പ്രതീക്ഷിക്കാതെ, അതായത് 50 പേര് വരേണ്ട അടുത്തുനിന്ന് അതിൻ്റെ 6 ഇരട്ടി വരുന്നു. 6 ഇരട്ടി വന്നവർ പറയുന്നത് തിയേറ്ററിൽ തന്നെ കൊടുക്കണം. എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയ 1-2 കാര്യം, പാമ്പ് അതെൻ്റെ പേടികളിലുള്ളതാണ്. അപ്പോൾ ഒരാൾ സർവൈവ് ചെയ്ത ഒരാളുടെ ജീവിതം എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രേക്ഷകരും നിങ്ങളെല്ലാവരും ഏറ്റെടുക്കട്ടെ. മാർച്ച് 14-ാം തീയതി നിങ്ങളുടെ ഒരു ദിവസമാവട്ടെ. ചേട്ടൻ്റെ ജീവിതത്തിലെ ആ ട്രോമകളൊക്കെ മാറി സന്തോഷത്തോടെ, കേട്ടോ, കുറച്ച് ഇനിയും ഉണ്ടാവും, പക്ഷെ കാലക്രമേണ അതൊക്കെ മാറട്ടെ, പെയിനൊക്കെ മാറി എല്ലാ ജീവിതത്തിലേക്ക് നല്ല സന്തോഷം വരട്ടെ. താങ്ക് യു. താങ്ക് യു.